ഹായ് ഫ്രണ്ട്സ്, ഫുഡ്സ് ഓഫ് ഇടുക്കിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന, കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, നമുക്കും ഒക്കെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സ് റെസിപ്പിയാണ്. വളരെ കുറച്ച് ചേരുവകൾ മാത്രമേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ബനാന ബോൾസ് ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ഏത്തപ്പഴം അല്ലെങ്കിൽ നേന്ത്രപ്പഴം പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്ത പഴം വേണം എടുക്കാനായിട്ട്. ഈ പഴം ഒന്ന് പുഴുങ്ങിയെടുത്തതാണ്. 2 എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് തേങ്ങ ചുരുണ്ടി എടുത്തിട്ടുണ്ട്. പച്ചത്തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ശർക്കര വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇനി പഴത്തിന്റെ മധുരം മതിയെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനൊരു 13 ബദാം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബദാമിന് പകരം കാഷ്യൂനട്ട് എടുക്കാം, കശുവണ്ടി, അതല്ലെങ്കിൽ നിലക്കടല എടുക്കാം. നിങ്ങളുടെ കുട്ടിക്ക് ഏതിന്റെ ടേസ്റ്റ് ആണോ ഇഷ്ടം അതെടുക്കാവുന്നതാണ്, നിങ്ങളുടെ ഓപ്ഷനാണ്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ബദാമാണ്. 1/2 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടി, നിറച്ച് 1 ടേബിൾ സ്പൂൺ നെയ്യ്. ഇത്രയാണ് നമുക്ക് ഈ ഹെൽത്തി ബനാന ബോൾസ് ചെയ്യാൻ വേണ്ട ഇൻഗ്രീഡിയൻസ്. നമുക്ക് റെസിപ്പി ചെയ്യാം. ഫസ്റ്റ് ഞാൻ ഈ പഴം ഒന്ന് തോരി കളഞ്ഞിട്ട് ഇതിനുള്ളിലെ നാരും കുരുവും കളഞ്ഞ് ഒന്ന് പൊടിച്ചെടുക്കാം. കൈ കൊണ്ട് നമുക്കൊന്ന് പൊടിച്ചെടുത്താൽ മതി. പഴത്തിൻ്റെ പുറം ഭാഗത്തുള്ള ഇതുപോലുള്ള നാര് ഇത് നമുക്ക് മാറ്റാം. അത്യാവശ്യം മധുരമുള്ള നല്ല പഴുത്ത പഴം എടുക്കണം. ഇത് കട്ട് ചെയ്തിട്ട് ഈ പഴത്തിനകത്തുള്ള ഈ അരിയും നമുക്കിതുപോലെ മാറ്റിയെടുക്കാം. ഞാൻ അങ്ങനെ ഒന്ന് ചെയ്തിട്ട് വരാം. ഞാൻ ആ പഴം ഒന്ന് ഉടച്ചു വെച്ചിട്ടുണ്ട്. ഇത് സൈഡിലേക്ക് വെക്കാം. അടുത്തതായിട്ട് ഉണങ്ങിയ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഈ ബദാം ഇട്ട് കൊടുക്കാം. അപ്പോൾ മിക്സിയിൽ വെള്ളമയം ഉണ്ടാവരുത്. അപ്പോൾ അറിയാമല്ലോ, പൗഡർ ആക്കുന്ന സമയത്ത് വെള്ളമയം ഉണ്ടെങ്കിൽ ബദാം പൊടിഞ്ഞ് കഴിയുമ്പോൾ ആ മിക്സിയുടെ ജാറിലേക്ക് മുഴുവൻ പറ്റിപ്പിടിക്കും. ഇപ്പോൾ ബദാം അല്ല, നിങ്ങൾ കാഷ്യൂനട്ടാണ് എടുക്കുന്നതെങ്കിലും നിലക്കടലയാണ് എടുക്കുന്നതെങ്കിലും പൊടിച്ചെടുക്കണം. ഞാനിപ്പോൾ ഈ ബദാമും പൊടിച്ചിട്ടുണ്ട്. ഞാൻ അത്യാവശ്യം നന്നായിട്ട് അങ്ങ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ആ ബോളിനകത്ത് കടിക്കുമ്പോൾ അത് കുട്ടികൾക്ക് അത്ര ഇഷ്ടമല്ല. അപ്പം നിങ്ങൾക്ക് ക്രഷ് ചെയ്താൽ മതിയെങ്കിൽ, ജസ്റ്റ് ചതച്ച് ചേർത്താൽ മതിയെങ്കിൽ അങ്ങനെ ചേർക്കാം. കുട്ടികൾ കഴിക്കില്ല എന്നുണ്ടെങ്കിൽ നന്നായിട്ട് പൊടിച്ച് ചേർക്കാം. അപ്പോൾ എങ്ങനെയായാലും കുഴപ്പമില്ല. ഇത് നമുക്ക് സൈഡിലേക്ക് വെക്കാം. നമുക്കിനി തയ്യാറാക്കാൻ തുടങ്ങാം. ഒരു പാൻ ഇപ്പോൾ ഞാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ തേങ്ങ ഒരു ഗോൾഡൻ കളറിൽ വറുത്തെടുക്കാം. ഒരു മീഡിയം തീ വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതി, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഇപ്പോൾ കാണുന്നില്ലേ, തേങ്ങയുടെ കളറൊക്കെ അത്യാവശ്യം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇത്രയും മതി. നമ്മൾ വറുത്തരയ്ക്കാനായിട്ട് കൊണ്ടിരുന്ന പോലെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറിലേക്കൊന്നും കൊണ്ടുവരണ്ട, ഇത്രയും മതി. അപ്പോൾ തേങ്ങയിൽ ഈർപ്പമൊക്കെ നന്നായിട്ട് വരിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ പാനിൽ നിന്ന് ഇത് കോരി മാറ്റുവാണ്. അതേ പാനിൽ തന്നെ നിറച്ച് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുവാണ്. നെയ്യ് ഒന്ന് ഉരുകി വരട്ടെ. അടുത്തതായിട്ട് ഈ നെയ്യിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ബദാം ചേർത്ത് കൊടുക്കുവാണ്. ബദാം അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ എടുത്തിരിക്കുന്നത് അത് ഒന്ന് മൊരിച്ചെടുക്കാം. 1 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, പെട്ടെന്ന് മൊരിഞ്ഞ് കിട്ടും. ഒന്ന് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ പുഴുങ്ങി ഉടച്ചു വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കുവാണ്. അപ്പോൾ പഴത്തിൻ്റെ ഈർപ്പം കൂടെ ഒന്ന് വലിയണം. അപ്പോൾ നമുക്ക് ഈ സ്പാച്ചിൽ വെച്ചിട്ട് ഈ പഴം ഒന്ന് ഉടച്ചും കൂടെ കൊടുക്കാം. നാട്ടിലൊക്കെ ആകുമ്പോൾ പറമ്പിൽ നിന്നൊക്കെ ഒരു വാഴക്കല വെട്ടിക്കൊണ്ട് വന്നാൽ അത് ഒന്നിച്ച് പഴുക്കാൻ തുടങ്ങും. അപ്പോൾ ആ സമയത്ത് നമ്മൾ പഴംപൊരിയാണ് കൂടുതലും തയ്യാറാക്കുക. അപ്പോൾ ഇതുപോലെ വെറൈറ്റി ആയിട്ടൊക്കെ എന്തെങ്കിലും പരീക്ഷിക്കാവുന്നതാണ്. ഇനി ഏത്തപ്പഴം ഉപയോഗിക്കണമെന്ന് തന്നെയില്ല, നന്നായിട്ട് പഴുത്ത ഞാലിപ്പൂമ്പഴവും ഇതേപോലെ തന്നെ നമ്മൾ ഏത്തപ്പഴം ചെയ്തപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പം ഈ പഴം നെയ്യിൽ കിടന്നിട്ട് ഒന്ന് വരണ്ടു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്താൽ മതി. മധുരം വേണ്ടെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കണ്ട. വീണ്ടും ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അടുത്തായിട്ട് ഇതിലേക്ക് ഞാൻ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുവാണ്. 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയില്ലേ, അതിൽ നിന്ന് പകുതി നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്, നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ പഴത്തിലുള്ള വെള്ളമൊക്കെ ആ തേങ്ങയും കൂടെ ചേർന്ന് കഴിയുമ്പോൾ സെറ്റായി വരും. ഇനി ഞാൻ ഇതിൻ്റെ തീ ഓഫ് ചെയ്ത് കൊടുക്കുവാണ്. നന്നായിട്ട് തണുത്ത് വരട്ടെ. ഇപ്പോൾ ഈ പഴം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇപ്പോൾ തണുത്ത് കഴിഞ്ഞപ്പോഴത്തേനും ഒന്നുകൂടെ ഒന്ന് കട്ടിയായിട്ടുണ്ട്. നമുക്കിത് ഓരോ ബോളാക്കാം. ഞാനിപ്പോൾ ചെറിയ ബോളാക്കിയാണ് തയ്യാറാക്കുന്നത്. ഫുള്ളാക്കി ബോളാക്കി എടുക്കാം. നമുക്കിനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബനാന ബോൾസ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, കുറച്ച് തേങ്ങ വറുത്തത്, അതിലൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇനി ഇത് ഫുള്ളായിട്ട് ഞാൻ ഈ കോക്കനട്ടിലൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ബനാന കോക്കനട്ട് ബോൾസിൻ്റെ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കുക. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കുക. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വരാം. ടേക്ക് കെയർ, ബൈ.